മാധ്യമ വാർത്തകളുടെ സെൻസർഷിപ്പിൽ സർക്കാരിനെതിരെ പ്രതിഷേധം കടുക്കുകയാണ്. തനിക്കെതിരായ വാർത്തകൾ കൊടുക്കുന്നവരെ കൈകാര്യം ചെയ്യുക എന്നതാണ് സതീശൻ സർക്കാർ രീതിയെന്ന മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. ധാർഷ്ട്യവും അഹങ്കാരവുമാണ് വി ഡി സതീശനെന്നും ശിവൻകുട്ടി വിമർശിക്കുന്നു. കേരളത്തിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് എന്നാണ് സിപിഐയുടെ വിമർശനം. മോദി രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ആരുടെ പരാതിയിലാണ് മാധ്യമങ്ങളുടെ വാർത്താക്കാർഡുകൾ നീക്കം ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും വി ശിവദാസൻ MP ആവശ്യപ്പെട്ടു. എല്ലാ കാര്യങ്ങളിലും ഒരു BJP ടച്ച് ഉണ്ട്. ഏത് വിവാദ വിഷയങ്ങൾ എടുത്തു നോക്കിയാലും BJP സഹായിക്കുന്നതാണ് പ്രശ്നം. തനിക്കെതിരായി വരുന്ന വാർത്തകളും തനിക്കെതിരായി വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. പക്ഷേ കേരളം പോലൊരു സംസ്ഥാനത്ത് അങ്ങനെ മാധ്യമങ്ങളെയൊന്നും കൈകാര്യം ചെയ്തതിനു വേണ്ടി കഴിയില്ല. ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു മാധ്യമം അങ്ങനെ ഒരു വാർത്ത കൊടുത്തു വന്നതുകൊണ്ട് ആ മാധ്യമത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വെട്ടിക്കുറയ്ക്കാനൊന്നും അതൊക്കെ ഒരു ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ധിക്കാരത്തിൻ്റെയും ഞാൻ എന്തും ചെയ്യും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള ഒരു ഭാവത്തിൻ്റെയും പ്രശ്നമാണ്. ബി ജെ പിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആളുകളും അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾക്കെതിരായി വലിയ ഒരു ഇടപെടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജന്തർ മന്ദിറിലെ സമരത്തിന് ശേഷം സോഷ്യൽ മീഡിയയിലെ സർക്കാരിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പല വാർത്തകളും ഡിലീറ്റ് ചെയ്തു. വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പൊട്ടിച്ചു. SFI ഹരിയാന അക്കൗണ്ട്, SFIയുടെ ഡൽഹിയിലെ കുറേ അക്കൗണ്ടുകൾ ഒക്കെ ഇല്ലാതാക്കി. കേരളത്തിൽ പത്രമാധ്യമങ്ങളുടെ ഉൾപ്പെടെ അവരുടെ കാർഡുകൾ, അവരുടെ പോസ്റ്റുകൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. മോദി രാജ്യത്താകെ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കാനുള്ള ശ്രമമാണ്. ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. അപകടകരമായിട്ടുള്ള പോക്കാണ്. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് മെറ്റ ഇന്നലെ റിപ്പോർട്ടറിന്റെ മാത്രം 9-ലധികം വാർത്താ കാർഡുകളാണ് നീക്കിയത്. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദ്, മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളോ മുഖ്യമന്ത്രി എന്ന പരാമർശമുള്ളതോ ആയ വാക്കുകളോ ഉൾപ്പെടുന്നതായ വാർത്താ കാർഡുകൾ പുറം ലോകം കാണേണ്ടതില്ല എന്ന രീതിയിൽ ഒരു സെൻസർഷിപ്പ് നടപ്പിലാക്കുകയാണ്. അതിനെതിരെയുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ ഇന്ന് കാണുകയും ചെയ്തത്. എന്താണ് ഈ ഒരു കണക്കുകൂട്ടലിന് പിന്നിൽ? ഇതെങ്ങനെ തുടരാനായിരിക്കാം നിർദ്ദേശം? മധു, സത്യസന്ധമായ വാർത്തകൾ കൊടുക്കുന്നതിനപ്പുറം വിട്ടുവീഴ്ചയില്ലാതെ വാർത്തകൾ കൊടുക്കുന്നു എന്നുള്ളതാണ് വി ഡി സർക്കാരിനെ പ്രകോപിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ കേരളത്തിൽ മറ്റൊരു മാധ്യമങ്ങൾക്കും ഇല്ലാത്ത സെൻസറിങ് എന്തിനാണ് റിപ്പോർട്ടർ TVക്ക് നേരെ പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ആർക്കും മനസ്സിലാവാത്തത്. നമുക്കറിയാവുന്നതുപോലെ എപ്പോഴും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം തന്നെയാണ് റിപ്പോർട്ടർ TV സ്വീകരിച്ചു പോകുന്നത്. കാണുന്നത് തെളിവുകൾ സഹിതം റിപ്പോർട്ട് ചെയ്യുക എന്ന രീതി തന്നെയാണ് സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് 130-ലേറെ ഗ്രാം MDMA-യുമായി പിടികൂടിയ അവിടുത്തെ പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാവ് ഹുസൈൻ വി ഡി സതീശനൊപ്പമുള്ള വലിയ അടുപ്പമുണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വീഡിയോകളും ചിത്രങ്ങളും വന്നപ്പോൾ അത് പ്രേക്ഷകരെ അറിയിക്കണം എന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ആ വാർത്ത കൊടുത്തതും. അതിനുശേഷമാണ് മാധു ഇതെല്ലാം തുടങ്ങിയത്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് മുഖ്യമന്ത്രിക്കെതിരെ കൊടുത്ത വാർത്തകളെല്ലാം നമ്മുടെ കാർഡുകൾ പിൻവലിപ്പിക്കുന്ന രീതിയിലേക്ക് മെറ്റയിൽ സ്വാധീനം ചെലുത്തുകയാണ് സംസ്ഥാന സർക്കാർ എന്നതാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ഓരോ ആളുകളുടെ പ്രസ്താവനകൾ പോലും ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ അതുപോലെ ബിനോയ് വിശ്വത്തിൻ്റെതുൾപ്പെടെയുള്ള പ്രസ്താവനകൾ വരുന്ന കാർഡുകൾ പോലും പിൻവലിച്ചു. എന്തിനേറെ പറയുന്നു, കടലിൽ കാണാതായ ഒരച്ഛൻ്റെ മകൾ സർക്കാരിനെതിരെ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് തെരച്ചിലും മറ്റും നടത്തിയ വീഴ്ചകളെ സംബന്ധിച്ച് ആ കാർഡ് പോലും പിൻവലിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം വാർത്തകൾ കൊടുക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് ഇവർ മാറിയോ എന്നതാണ്. നേരത്തെ അടിയന്തരാവസ്ഥ സമയത്ത് മാത്രം നമ്മൾ കേട്ടിരുന്ന സെൻസറിംഗ് ആണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് മാധു. അതുകൊണ്ട് നമ്മൾ ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ പിറകോട്ട് പോവില്ല എന്ന് മാത്രമല്ല, ഒന്നുകൂടി ജാഗ്രതയോടുകൂടി ഈ വാർത്തകളെല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യും. എത്രമാത്രം കാർഡുകൾ പിൻവലിച്ചാലും അതിൻ്റെ ആയിരക്കണക്കിന് ഇരട്ടി കാർഡുകൾ വീണ്ടും വരും എന്നുള്ളതാണ് ഇതിൻ്റെ രത്നചുരുക്കം. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എങ്ങനെയാണ് വാർത്തകളെ നേരിടേണ്ടത്, വാർത്തകളെ സ്വീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്താണ് സർക്കാർ തീരുമാനം, എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായിട്ട്. TV പ്രസാദ്, ഇന്ന് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്നാണ് വിചാരിക്കുന്നത്?
ഉറപ്പായും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. മാധു, അതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന് ഈ മാധ്യമങ്ങളുടെ വാർത്തകളെ സെൻസർ ചെയ്യുന്നതിനെതിരെയുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അതിൽ എന്ത് മറുപടി കിട്ടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പൊന്നുമില്ല. കാരണം പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത് എന്ന കാര്യം നമ്മൾ കണ്ടതാണ്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും കൂടെയുള്ള ഒരാൾ 130-ലേറെ ഗ്രാം MDMA-യുമായി പിടികൂടിയ ഒരു കച്ചവടക്കാരനായിരുന്നു എന്നുള്ളതാണ്. അതിലെന്തു മറുപടി പറയും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. റിപ്പോർട്ടർ ടിവിയോട് മുഖ്യമന്ത്രിക്കുള്ള ഈ പ്രതികാരം തുടങ്ങിയത് ഉറപ്പായും അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് എന്ന് വേണം വിലയിരുത്താൻ. കാരണം അതിനുശേഷമാണ് ഓരോ കാർഡുകളായി നീക്കം ചെയ്യപ്പെട്ടു തുടങ്ങിയത്. അതിൽ എന്തായിരിക്കും ഇന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗത്തിൽ PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനം തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. നിരന്തരമായി ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ വാർത്തകൾ പിൻവലിപ്പിക്കാൻ മെറ്റയിൽ സ്വാധീനം ചെലുത്തുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. TV പ്രസാദ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രതികരണം ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.